ഹലോ, അപ്പോൾ കൊട്ടിയൂർ പോയ വീഡിയോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി. ഞാൻ എന്തായാലും വ്ലോഗ് എടുത്തിട്ടുണ്ടായി. അപ്പം ഞങ്ങൾ രാവിലെ ഞാൻ 4:30 ആകുമ്പോൾ എനിട്ടു അമ്മമ്മ 4 മണിക്ക് എനിട്ടു. അമ്മമ്മ എൻ്റെ പാടെ എല്ലാവർക്കും കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചുട്ടോ. ഞാൻ എനിക്ക് വരുമ്പോഴേക്കും വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം കെറ്റിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന കെറ്റിൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞാൽ അമ്മമ്മ സ്പോട്ടിൽ വേഗം അടുപ്പത്ത് തീ പൂട്ടിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി തരും കേട്ടോ. പിന്നെ ഞാൻ അമ്മമ്മയ്ക്ക് ബുദ്ധിമുട്ടാവണ്ട. വൈകിട്ട് ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും അടുക്കളയിലത്തെ എല്ലാ പണിയും കഴിയും. പിന്നെ നമുക്ക് അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ രാത്രിക്ക് എടുക്കാറാവുമ്പോഴാട്ടെ കുളിക്കുക. അപ്പൊ പിന്നെ ഇനി രാത്രി ആകുമ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിട്ട് ഞാൻ അത് കൈ പിടിച്ചോണ്ട് എനിക്കിപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടോ. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 5 മണിയാകുമ്പോൾ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷെ ഇവിടുന്ന് അടുത്താണ് കേട്ടോ കൊട്ടിയൂര്. ആകെ 20 കിലോമീറ്ററേ ഉള്ളൂ. ന്യൂസിന് വർക്കുള്ളതുകൊണ്ട് അവനൊന്ന് വരാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഇവിടുന്ന് ഇറങ്ങുമ്പോഴും എനിക്ക് പേടിയാവും. തലേത് ഞാൻ ടിവിയിൽ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, മാനന്തവാടിയിൽ ഒരു ആന ഭയങ്കര സീനാക്കുന്നുണ്ടെന്ന്. അതൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ നെഞ്ചിങ്ങനെ ഇടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഇരുട്ട് തന്നെയാണ് നമ്മൾ പോണ വഴിക്കൊക്കെ. അങ്ങനെ അമ്മച്ചിനൊക്കെ കാറിൽ കയറ്റി ഞാൻ എല്ലാ ദൈവത്തിനൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഭഗവാനെ ആനേനെയും പുലിയൊന്നും കാണാൻ പറ്റരുതേ എന്നൊക്കെ ഇങ്ങനെ ആകെ പ്രാർത്ഥിക്കും. നല്ല പേടി ആനേനെ. ഞാൻ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടേക്ക് ഭയങ്കര പേടി. അങ്ങനെ പ്രത്യേകിച്ച് പുലിയാകുമ്പോൾ അത്ര സീനിക്ക് തോന്നണില്ല. കടുവയ്ക്ക് വെച്ചാൽ നമ്മൾ കാറിലല്ലേ, ആന വെച്ചങ്ങ് കഴിഞ്ഞു നമ്മുടെ കഥ. എനിക്ക് അങ്ങനെ അപ്പം അമ്മമ്മ പറഞ്ഞു കേട്ടോ, പേടിക്കൊന്നും വേണ്ട, ഒന്നും ഉണ്ടാവില്ല. ഇവർ ഭയങ്കര കൂളാവും. ഇവിടെ ഒന്നും ഉണ്ടാവില്ല മോളെ, എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ കേട്ടോ പറയാം. അങ്ങനെ പോയി മെയിൻ റോഡ് എത്താറായപ്പോഴാട്ടെ എൻ്റെ ശ്വാസം നേരെ വീണത്. പിന്നെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങുമ്പോൾ ഇത് പാൽച്ചുരത്തുകൂടെ ആയിട്ട് നമ്മൾ പോണത്. അവിടെ വെച്ചാൽ കംപ്ലീറ്റ് കോട, നല്ല വ്യൂ ആണെന്ന് കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ നോക്കുമ്പോൾ മഴയല്ല പെയ്യുന്നത്, പക്ഷെ ഫുള്ള് കോട പിടിച്ചിട്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലം എത്തിയിട്ടോ. ഇതേപോലത്തെ ബസ്സുകൾ 1 കിലോമീറ്റർ അപ്പുറം തൊട്ടിട്ട് ഇങ്ങനെ വരിക്ക് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദർശേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്ത് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് എങ്ങനെയാണ് സംഭവം. ആദർശേട്ടനും ആദ്യമായിട്ടോ കൊട്ടിയൂർക്ക് വരണത്. ഇതിന് മുന്നേ അച്ഛനൊക്കെ നമ്മുടെ അമ്മമ്മേനെയും അമ്മച്ചനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്രേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാട്ടോ നമ്മൾ വരണത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വണ്ടിയോള്. ഞാൻ വിചാരിച്ചു എന്തെങ്ങനെ തിരക്ക് ഈശ്വര. കാരണം ഞങ്ങൾ ആ റോട്ടിൽ നിന്ന് കണ്ട വണ്ടിയിലത്തെ ആൾക്കാരൊക്കെ ഈ അമ്പലത്തേക്ക് വന്നവരാ. ഇവര് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെയാണ് റോട്ടിൽ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നത്. അപ്പം എനിക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി എന്തായാലും നല്ല ഹെവി തിരക്കാവുന്നത്. ഈ ഒരു സമയത്താണ് ഇവിടെ സ്ത്രീകൾക്കൊക്കെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി നമ്മൾ അമ്മച്ചനെ കാറിൽ ഇരുത്തിയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റിയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അമ്മച്ചൻ കാറിലുണ്ട്, അമ്മച്ചൻ കാലുകൊണ്ട് വയ്യാത്തതാണെന്നൊക്കെ. അപ്പോൾ അവർ ശ്രദ്ധിക്കാന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് പുറത്തേക്ക് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെരുപ്പിടാതെയാട്ടോ പോകുന്നത്. ചെരുപ്പൊക്കെ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ വെച്ച് നടന്നിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഇനി കുറച്ച് നടക്കാണ്. മഴ പെയ്യല്ലേന്ന് പ്രാർത്ഥിച്ചിട്ടാട്ടോ നടക്കുന്നത്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി തൊഴണം എന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ ക്യൂവിൽ കുറേ നേരം നിന്നു. നമ്മളൊരു 6:15 ആകുമ്പോൾ അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6:15 ഇട്ടിട്ട് നമ്മളൊരു 7:30 വരെ ക്യൂ നിന്നു. പക്ഷെ ആ ക്യൂ അങ്ങോട്ട് അനങ്ങുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ പുറത്തു കൂടെ നടന്ന് തൊഴാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്യൂന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് നടന്നു പോയിട്ടോ. പിന്നെ ഞാൻ വീഡിയോയ്ക്കൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തില്ല കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ വന്നത്. അങ്ങനെ ഞാൻ കുറേ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി തന്നെയായിരുന്നു കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ക്യൂ നിന്നിട്ടും നമ്മൾ പുറത്തു കൂടെ അങ്ങനെ വന്ന് തൊഴുന്നതും ഏതാണ്ട് ഒരേപോലെ തന്നെയായിട്ടേക്ക് തോന്നിയത്. കാരണം നമ്മൾ കുറേ നേരം ക്യൂ നിന്നിട്ട് വന്നിട്ട് നമ്മൾ ഇറങ്ങുന്നത് ഈ സെയിം സ്ഥലത്തേക്കാണ്. പിന്നെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിച്ചു. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം
പറയാം ഗൈസ്, നമ്മുടെ അമ്മമ്മയുടെ കാലുമേ നമ്മൾ ആ വെള്ളത്തിൽ കൂടെ അങ്ങനെ നടന്ന് വലം വെച്ച് തൊഴുമല്ലോ, ആ സമയത്ത് അമ്മമ്മയുടെ കാലിൽ ഒരു വലിയ സൂചിപ്പിന് കയറി. കാരണം അപ്പോൾ നിലത്ത് നിറച്ച് വെള്ളം, നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നൊരു കെയർ ചെയ്തിട്ട് നടന്നോളൂ കേട്ടോ. പിന്നെ ഇത്ര അടുത്താണ് കൊട്ടിയൂരുന്നത് നമ്മൾ ആരും വിചാരിച്ചില്ല കേട്ടോ. നമ്മുടെ അമ്മച്ചൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചെന്നെ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ഫുള്ള് തൊഴണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹെവി തിരക്ക്. നമ്മൾ ഗുരുവായൂരിലൊക്കെ വെച്ചാൽ നമ്മൾ തൊഴുത് വേഗം വേഗം അങ്ങനെ ഇറങ്ങിയില്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയില്ല കേട്ടോ. ഇവിടെ കുറേ നേരം നമ്മൾ ലേഖാവും. ക്യൂ ഒക്കെ നിന്ന് വെച്ചാൽ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഇതേപോലത്തെ കുറേ ഇങ്ങനെ വെള്ളവും മെയിനായിട്ട് ഇവിടെ ഇങ്ങനെ കുറേ തോട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇവിടുന്ന് കുറച്ച് കയറി കഴിഞ്ഞു വെച്ചെങ്കിൽ നമുക്ക് എങ്ങനെയാണ് തൊഴണ്ടേന്നൊന്നും അറിയില്ല. കാരണം നമ്മളിങ്ങനെ ഒരു ദൂഹം വെച്ച് ഇങ്ങനെ നടക്കുകയും ചെയ്യുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ ഇതേ നിറച്ചിങ്ങനെ മറ്റേ കച്ചവടം ഉണ്ടാവുമല്ലോ. പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടാൽ നമ്മൾ നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വഭാവം കാണിക്കാതിരിക്കില്ലല്ലോ. ഞാൻ വേഗം എല്ലാ കടയിലേക്കും ഓടിക്കയറി കേട്ടോ. പക്ഷെ ഒന്നും വാങ്ങിക്കൊന്നുമില്ല. പക്ഷെ എനിക്ക് എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിൻ്റെ വില ചോദിക്കാനും ഒക്കെ ഇങ്ങനെ ചോദിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ അത് വല്ലതും വാങ്ങിക്കുക, അതൊക്കെ നല്ല രസമല്ലേ. പിന്നെ നമുക്ക് ഓൾറെഡി അമ്മച്ചനവിടെ കാറിലായി കാരണം അധികം നേരമൊന്നും നമ്മളിവിടെ നിന്നില്ല കേട്ടോ. ഇവിടേക്ക് എത്തിയപ്പോൾ തൊട്ടിട്ട് അമ്മമ്മ ഫുള്ള് എണ്ണി പറക്കിയിട്ടാണോ നടക്കുന്നത്. കാരണം അമ്മമ്മ പൈസ എടുക്കാൻ പറഞ്ഞു. അമ്മമ്മ അല്ലെങ്കിൽ എങ്ങോട്ട് പോവാച്ചെങ്കിലും കയ്യിൽ പൈസ എടുത്ത് വെച്ചിട്ടാണ് വരാറ്. ഇപ്രാവശ്യം അമ്മമ്മ പൈസ എടുക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഓരോ സാധനങ്ങൾ നോക്കുമ്പോൾ അമ്മമ്മയ്ക്ക് വാങ്ങിച്ചു തരണമെന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അമ്മമ്മ എനിക്ക് വേണ്ട, ഞാൻ വെറുതെ നോക്കാന്നൊക്കെ പറയാം. അമ്മമ്മ എന്നാലും ഇതന്നെ പറഞ്ഞു നടക്കുമായിരുന്നു കേട്ടോ. അയ്യോ ഞാൻ പൈസ എടുക്കാൻ പറഞ്ഞു, ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, അങ്ങനെ പറഞ്ഞു തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വന്നു കണ്ടപ്പോൾ ഞാൻ വെറുതെ കുറച്ച് നെയിൽ പോളിഷ് ഞാൻ കണ്ടപ്പോൾ അത് ഇങ്ങനെ എടുത്തു കേട്ടോ. എനിക്ക് എപ്പോഴും നെയിൽ പോളിഷ് ഒരേ കളറാണ്. എനിക്ക് എല്ലാ കളറും ഞാൻ ഇടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളറുകളുണ്ട്. അത് എവിടെ കണ്ടാലും ഞാൻ അപ്പം എടുക്കും കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കണ്ട ലൈറ്റ് കളേഴ്സ് കുറച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇക്കര ക്ഷേത്രത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നട അടയ്ക്കുമ്പോൾ അപ്പുറത്ത് നട അടയ്ക്കുമ്പോൾ ഇവിടെ തുറക്കും, ഇവിടെ തുറക്കുമ്പോൾ അവിടെ അടയ്ക്കും. അങ്ങനെയൊക്കെ അവിടെ പറയണത് കേട്ടു. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. പിന്നെ ഇത് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. ഇവരാച്ചൊക്കെ ഞങ്ങൾ കണ്ടപാടെ ആദർശാരിയല്ലേ എന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ വേറെയും കുറേ ചേച്ചിമാരൊക്കെ വന്ന് സംസാരിച്ചു. ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ കണ്ടിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് എല്ലായിടത്തും നന്നായി പ്രാർത്ഥിച്ച് തിരിച്ചു പോകാൻ കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് തൊഴുത് ഇറങ്ങുമ്പോൾ ആ സ്ഥലത്ത് നിന്നിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് കുറേ ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നടന്നു കേട്ടോ. കാരണം ചെരുപ്പിട്ടിട്ടില്ല. അത് കാരണം ഭയങ്കര എന്തോ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴയും ഇടയ്ക്ക് പെയ്യും അങ്ങനെയായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ തുണിയെടുക്കണ മറ്റേ വെള്ള കളറില്ലേ, അത് നമ്മുടെ വീട്ടിലേക്ക് നന്നായി ഐശ്വര്യമൊക്കെ വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്മച്ച എന്താക്കുക വിചാരിച്ചിട്ട് വേഗം ഓടിപ്പടഞ്ഞ് പോകട്ടോ. അമ്മമ്മ കുട എടുത്തുണ്ടായി. അത് കാരണം നമുക്ക് ഭയങ്കര ഉപകാരമായിട്ടോ. മഴ പെയ്യുമ്പോൾ ഞങ്ങൾ 3 പേര് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കും. പിന്നെ അമ്മമ്മ പറയും എനിക്ക് ഇത് വേണ്ടാക്കി തോർത്ത് മുണ്ട് മതി പറഞ്ഞിട്ട് അമ്മമ്മ കുറേ നേരം തോർത്തൊക്കെ തലയിൽ വെച്ചിങ്ങനെ നടന്നു കേട്ടോ. പിന്നെ നമ്മളിതേ അവിടെ എത്തി. പിന്നെ ഇത് ഈ ഒരു സ്ഥലത്തും കൂടിയും പ്രാർത്ഥിച്ച് നമ്മൾ നേരെ കാറിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. അവിടെ വെച്ചാൽ നിറച്ച് ചെള്ളി പിളിയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കാറ് ഇങ്ങോട്ട് എടുത്ത് വരാൻ എന്നോട് അമ്മമ്മോട് അവിടെ നിൽക്കാൻ കേട്ടോ. അപ്പോഴേക്കും മഴ ഇതേ ആകെ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ ഈ രീതിക്കാണ് അവിടെ നിറച്ചിങ്ങനെ കുറേ പേര് ചവിട്ടിയിട്ടും പിന്നെ മഴയുണ്ട്. അങ്ങനെ ആകെ ചെളിപ്പിളിയായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഞാനും അമ്മമ്മ ഇത് ഇപ്പുറത്ത് കൊടയും പിടിച്ചിട്ട് ആദർശേട്ടനെ കാത്തിക്കാണ് കേട്ടോ. നമ്മൾ കാറിലൊക്കെ കയറി. അപ്പം അമ്മച്ചൻ കെടുക്കായിരുന്നു കേട്ടോ. അമ്മച്ചൻ അങ്ങനെ ഇരുത്തിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ നേരം ഇരുന്നതായപ്പോൾ അമ്മച്ചൻ കാറിൽ കിടന്നു. പിന്നെ അമ്മച്ചന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അമ്മച്ചന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ കാണും ഓരോ സ്ഥലത്തേക്ക്. ഇതുപോലെ വല്ലപ്പോഴും മാത്രമല്ല ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. അപ്പോൾ അമ്മച്ചനും ഭയങ്കര ഹാപ്പി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചായ കുടിക്കണം, വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയതല്ലേ. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നേരെ അവിടെ ഇറങ്ങിയിട്ടോ.
പോണ വഴിക്കൊക്കെ നല്ല കോടയായിരുന്നു കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ മറ്റേ ബഡാ ബസാർ ഉണ്ടല്ലോ നമ്മുടെ മാനന്തവാടി ഉള്ളത്, അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അമ്മമ്മയ്ക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ ഇവിടേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ അമ്മമ്മയ്ക്ക് പരിചയമുള്ള ഒരു ചേച്ചിയുടെ കുട്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ റിലേറ്റീവ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. നമ്മുടെ അടുത്തൊക്കെ നമ്മളതിനൊക്കെ നന്നായിട്ട് അറിയാൻ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ആദർശേട്ടൻ ഈ ചെറുതിനെ കണ്ടപ്പോൾ വേഗം ചെന്നെടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനൊക്കെ ഇവിടുന്ന് വെച്ച് കണ്ടിട്ടുണ്ടായി. അപ്പോൾ കുറേ ചേച്ചി സംസാരിച്ചു, ആളെ എപ്പോഴും കമൻ്റ് ഒക്കെ ഇടാറുണ്ട് ഇത്രേ. ഇപ്പോഴും ഒരു കമൻറ്റ് ഇട്ടത് കണ്ടു കേട്ടോ, ഇങ്ങനെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നമ്മൾ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി നമുക്ക് മന്തി ഉണ്ടാക്കാമെന്ന് ചെറിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ കടയിൽ നിന്ന് നമ്മളെല്ലാ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോവാം കേട്ടോ. വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഈ റോഡ് ഉണ്ടല്ലോ, അച്ഛൻ്റെയും അമ്മമ്മയുടെയും വീട്ടിലേക്ക് കയറുന്ന റോഡ്, അവിടെ ഒരു വലിയൊരു കല്ലുണ്ട്. ആ കല്ലുള്ളതുകൊണ്ട് നമുക്ക് വണ്ടി കയറാൻ പറ്റുന്നില്ല. പിന്നെ മഴയൊക്കെ പെയ്തിട്ട് ആകെ ചെളിയൊക്കെ ആയപ്പോൾ ടയർ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞ് കറങ്ങി ഇങ്ങോട്ട് ബാക്കോട്ട് പോരുക. അങ്ങനെ കുറേ നേരം ഇവിടെ ഇങ്ങനെ നിന്നു കേട്ടോ. എന്നിട്ട് അവരവിടെ മെറ്റലും എന്തൊക്കെയോ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടാണ് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ടയറിലും നിറച്ച് ചെളിയായി, അപ്പോൾ അതിങ്ങനെ സ്ലിപ്പായിട്ട് പോവാം. അപ്പോൾ നമ്മുടെ അമ്മച്ചൻ കാറിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വണ്ടി അങ്ങോട്ട് കയറ്റിയേ പറ്റൂ. ഇങ്ങനെ കുറേ നേരം ട്രൈ ചെയ്തിട്ട് വണ്ടി എങ്ങനെയൊക്കെയോ കയറിയിട്ടോ. അപ്പോൾ ഞാനിതേ കുറച്ച് നേരം നിന്നപ്പോൾ ഞാൻ മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, നമ്മൾ അവിടുന്ന് വാങ്ങിച്ച കുറേ സാധനങ്ങൾ. അപ്പം അമ്മമ്മ പറഞ്ഞു എൻ്റെ അടുത്തൊക്കെ മുകളിലേക്ക് പോകാൻ. അപ്പോൾ ഇതേ ഈ ചേട്ടന് ഇതേ ഈ മെറ്റൽ അവിടെ ഉണ്ടായിരുന്നതൊക്കെ പറക്കിയിട്ട് ഇട്ട് കൊടുത്തുട്ടോ. അങ്ങനെ ആദർശേട്ടനും കുറേ ടെൻഷൻ അടിച്ചുട്ടോ, വണ്ടി കയറ്റാതെ നമ്മൾ എന്താക്കുമെന്ന് വെച്ചിട്ട്. അങ്ങനെ ദൈവം സഹായിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് വണ്ടിയാണ് കയറാൻ പറ്റിയിട്ടോ. ഞാനിതേ അവിടെ നിന്ന് നടന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഒരാൾ ചക്ക കഴിക്കുന്നു. സംഭവയ്ക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്, എങ്ങാനും എൻ്റെ അടുത്തേക്ക് ഓടി വന്നാലും. എൻ്റെ കയ്യിൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, ചിക്കനും പിന്നെ ബീഫും അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച കിറ്റൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് തട്ടിപ്പറിച്ച് വാങ്ങുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു കേട്ടോ. ആമി അച്ഛൻ കുരയ്ക്കണമൊന്നുമില്ല, ഇത് കണ്ടിങ്ങനെ നോക്കി നിൽക്കാട്ടോ. അങ്ങനെ ഞാൻ ഈ പെട്ടിയും പിടിച്ച് നിൽക്കാട്ടോ. അമ്മമ്മയും ആദർശനൊക്കെ വേഗം വന്നാൽ മതി എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതേ അവരവിടെ വണ്ടി റെഡി ആയിട്ട് ആദർശേട്ടൻ അങ്ങോട്ട് കയറി വന്നിട്ടോ. അപ്പം തന്നെ എനിക്ക് പകുതി സമാധാനം ആയിട്ടോ. അങ്ങനെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ വേഗം ഷടപടയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ വേഗം കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്നു കേട്ടോ. കാരണം മന്തി ഞാനാണ് വെക്കുന്നത്, ബീഫും ഞാനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ വേഗം അതിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കണമല്ലോ. സമയം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്തുമ്പോൾ. ഇനി വേണ്ട, വേണോ പാൽച്ചായ? ആ കട്ടൻ ചായ തേങ്ങ കുടിക്കും. ഞാൻ വീണ്ടും അങ്ങോട്ട് രണ്ടാമത് ഓടുണ്ട്. ഇത് പെട്ടെന്നാവും നമുക്ക്. വേണ്ട ഇനിയിപ്പോ എന്താ, ഇനിയിപ്പോ നമുക്ക് വൈകിട്ട് 4 മണിക്ക് ചായ വയ്ക്കില്ലേ? അപ്പൊ നാര്യന്റെ വക സ്പെഷ്യൽ ആയിട്ടുള്ള മന്തിയാണ്. അമ്മമ്മേന്റെ വക എന്താ അമ്മമ്മന്ന്? ഇന്നെന്താ അമ്മമ്മ? അമ്മമ്മക്കിപ്പോ മടിയായിന്. ഊറ്റിക്കാള് ബാക്കിയുള്ളത് വെള്ളം ഊറ്റിയാൽ ബാക്കിയുള്ള എടുക്കാലോ. അമ്മ കയ്യൊക്കെ നോക്കിട്ടോ, പുതിയ കത്തിയാ ഇത് മൂർച്ചല്ലേ? ഇന്ന് മൂർച്ച മറ്റേ കല്ലിട്ടേ മൂർച്ച കൂട്ടിയാ മതി. ദാമിക്കുള്ളതാട്ടോ. പൂവിനെ വിളിച്ച് കാണിച്ചു കൊടുക്ക. പറഞ്ഞ ഞങ്ങൾ പടിയാവട്ടോ ഗൈസ്, അമ്മമ്മയായിട്ട് പടിയാവും. നല്ലവരെ ദൈവം പെട്ടെന്ന് വിളിക്കും അമ്മമ്മേ. എന്നൊന്നും വിളിക്കൂല.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വൈകിട്ടായപ്പോൾ ബിസ്ക്കറ്റ് പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് ബിസ്ക്കറ്റ് പൊരി ഇത്. ഇവിടെ വന്നിട്ടാണ് ഞാനും ഈ സംഭവം കാണുന്നത് കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ മാവ് കുഴച്ചിട്ട് അതിൽ മുക്കി പൊരിക്കേണ്ട ഒരു ഐറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ഇതേ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇത് വലിയൊരു ലോങ് വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.